തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പതിവായൊരു കാഴ്ചയുണ്ട് കേരളത്തിൽ. രാഷ്ട്രീയ ചർച്ചകളോ വികസന വിഷയങ്ങളോ അല്ല, പകരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബാംഗങ്ങളെ ഏതെങ്കിലും കേസുകളിലേക്ക് വലിച്ചിഴക്കുക. ഈ വൃത്തികെട്ട രാഷ്ട്രീയത്തിന് കുടപിടിക്കാൻ നിർഭാഗ്യവശാൽ മുഖ്യധാരാ മാധ്യമങ്ങളും മുന്നിലുണ്ട്, പ്രത്യേകിച്ചും മനോരമ കളിക്കുന്നത് നെറികെട്ട മാധ്യമ പ്രവർത്തനമാണ്. അത് തെളിയിക്കാൻ അവരുടെ ഇന്നത്തെ പത്രത്തിലെ ലീഡ് വാർത്തയിലെ 2 തലക്കെട്ടുകൾ മാത്രം മതി. കിക്കറിൽ പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകനെ വിളിപ്പിച്ചത് ലാവ്ലിൻ കേസിൽ, അതേ വാർത്തയുടെ ഹൈലൈറ്റ്സിൽ പറയുന്നത് വിവേകിനെ വിളിപ്പിച്ചത് ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കർ അറസ്റ്റിലായ ദിവസം അതേ ഓഫീസിലേക്ക്. ലാവ്ലിൻ കേസാണോ ലൈഫ് മിഷൻ കേസാണോ എന്ന് മനോരമയ്ക്ക് പോലും ഒരു ഉറപ്പില്ല എന്ന് പരിഹാസമായി പറയാമെങ്കിലും മനോരമയ്ക്ക് ഒരു കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട്, അവരുടെ ലക്ഷ്യത്തിൽ. എങ്ങനെയെങ്കിലും പിണറായിയുടെ കുടുംബത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുക. ഇത് മാധ്യമധർമ്മമല്ല, വ്യക്തമായ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കലാണ്. ലാവ്ലിൻ കേസിൽ മുഖ്യമന്ത്രിയുടെ മകനെ വിളിപ്പിച്ചു എന്ന് വീണ്ടും ആവർത്തിക്കുമ്പോൾ മനോരമ ആ സമയത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. പിണറായി വിജയൻ 1996-98 വൈദ്യുതി മന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന്റെ മകന്റെ പ്രായം എത്രയായിരുന്നു? 15-16. എന്നിട്ട് ആ കുട്ടിയുടെ MBA പഠനത്തിനുള്ള ഫീസ് അടച്ചു പോലും. കൊള്ളാം, നന്നായിട്ടുണ്ട്. അന്നത്തെ ആ കരാറുമായി ബന്ധപ്പെട്ട പണം ഉപയോഗിച്ചാണ് മകൻ MBAക്ക് പഠിച്ചതെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ശുദ്ധ അസംബന്ധമാണെന്ന് ഇനി പ്രത്യേകം പറയേണ്ടതില്ല. കൂടാതെ ലാവ്ലിൻ കേസ് CBI കോടതി തള്ളി, ഹൈക്കോടതി അത് ശരിയും വെച്ചു. ഒരു ക്രിമിനൽ കേസ് നിലവിലുണ്ടെങ്കിൽ മാത്രമേ EDക്ക് കേസെടുക്കാൻ സാധിക്കൂ എന്ന നിയമത്തെ പോലും സൗകര്യപൂർവ്വം മനോരമ മറക്കുകയാണ്. ഇനി മനോരമയ്ക്ക് അത് ഓർമ്മയുണ്ടെങ്കിൽ കൂടിയും മനോരമയെ ആശ്രയിച്ച് എന്തെങ്കിലും തങ്ങൾക്ക് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഉപദ്രവിക്കാൻ സാധിക്കുമെന്ന് കരുതുന്ന കൂട്ടർക്കായി മനോരമ ഇത്തരം കളികൾ കളിക്കുകയാണ്. കോടതി തള്ളിക്കളഞ്ഞ ഒരു കേസ് വീണ്ടും പൊടിതട്ടിയെടുത്ത് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വേട്ടയാടുന്നത് എന്തിനാണ്? അതിലേക്ക് ഒരു അടിസ്ഥാനവുമില്ലാതെ അദ്ദേഹത്തിന്റെ മകനെ വലിച്ചെഴുക്കുന്നത് എന്തിനാണ്? ഉത്തരം ലളിതമാണ്, രാഷ്ട്രീയ ലാഭം. പക്ഷേ ഇത് ചെയ്യുന്നത് മലയാളത്തിലെ മുൻനിര മാധ്യമ സ്ഥാപനങ്ങളിൽ ഒന്നായ മനോരമയാണ്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല എന്നതും നമ്മൾ ഓർക്കണം. ഇതിനിടയിൽ മനോരമയുടെ വ്യാജ വാർത്ത ഏറ്റുപിടിച്ച് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ് EDക്ക് കത്തയച്ച അനിൽ അക്കരയോട് നിങ്ങൾ എന്ത് പറയും മനോരമ? അങ്ങേര് ആ കത്ത് പോസ്റ്റ് ചെയ്ത് തിരിച്ചു വരും മുന്നേ നിങ്ങൾ കാലുമാറിയില്ലേ? ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണെന്ന് ഓർക്കണം. ആദ്യം ഭാര്യക്കെതിരെ, പിന്നെ മകൾക്കെതിരെ മാസപ്പടി ആരോപണം. അതൊന്നും വിലപോവാതെ പാളീസായപ്പോൾ അടുത്തത് മകനെതിരെ സതീശന്റെ ബോംബ് എന്ന പേരിൽ മനോരമ തന്നെ ഇത് പൊട്ടിച്ചു. പക്ഷേ എല്ലാ കള്ളത്തരങ്ങളും കളികളും പാളിപ്പോവുകയാണ്. ലാവ്ലിൻ കാലത്ത് മുഖ്യമന്ത്രിയുടെ മകൻ 10ാം ക്ലാസ്സിലാണെന്ന പ്രാഥമിക വസ്തുത പോലും മറച്ചുവെച്ച് വൈരുദ്ധ്യമുള്ള തലക്കെട്ടുകൾ നൽകി തെറ്റിദ്ധാരണകൾ പടർത്തുന്നത് ഏത് മാധ്യമധർമ്മത്തിന്റെ ഭാഗമാണ്? മാധ്യമങ്ങൾ കളിക്കുന്നത് നെറികെട്ട രാഷ്ട്രീയമാണ്. ഈ വ്യാജ വാർത്തകളും പരസ്പര വിരുദ്ധമായ ആരോപണങ്ങളും രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളായി മാത്രമേ പൊതുസമൂഹത്തിന് വിലയിരുത്താൻ സാധിക്കൂ. പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാധ്യമധർമ്മം ബലികഴിക്കുന്ന ഈ സമീപനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നേ മതിയാവൂ. വ്യാജ വാർത്തകളിലൂടെ ഒരു സർക്കാരിനെയോ അതിന്റെ നേതൃത്വത്തെയോ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയോ തകർക്കാമെന്ന് കരുതുന്നവർക്ക് ജനങ്ങളുടെ മുന്നിൽ അധികകാലം ഒളിച്ചിരിക്കാൻ കഴിയില്ല.